പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ ഇത് ശ്രവിക്കാം. നിരത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഞങ്ങൾ സങ്കീർത്തനം ആലപിക്കുകയും പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യാക്കോബ് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നമ്മൾ പ്രാർത്ഥനാപൂർവ്വം നടക്കുമ്പോൾ ഓരോ കാലടിയും പ്രാർത്ഥനയുടെ ഭാഗമായി മുമ്പോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ കാലടികളെ ഞാൻ വാക്കുകളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ നടത്തം പോലും പ്രാർത്ഥനയാകുന്നു. അത് നടത്തം അനായാസമാക്കി ക്ഷീണം അകറ്റുന്നു. ആത്മീയ ജ്ഞാനത്തിലുള്ള അവൻ്റെ വളർച്ച കണ്ട് ഞാൻ ആന്തരികമായി ആനന്ദിച്ചു. ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയാകുന്നത് എങ്ങനെയെന്ന് നീ പഠിച്ചിരിക്കുന്നു. യാക്കോബേ, ദൈവത്തിലുള്ള നിൻ്റെ സ്നേഹം എന്നെ എത്രയധികം ആനന്ദിപ്പിക്കുന്നുവെന്നോ. കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വാക്കിലും ഞാൻ അങ്ങയെ ദർശിക്കുകയാണ്. ദൈവവചനത്തിനായി ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ അവനൊരു പുഞ്ചിരിയേകി. ഓരോ പ്രാർത്ഥനയിലും ഞാൻ അങ്ങയോട് കൂടുതൽ അടുത്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഇനിയും കൂടുതൽ അടുത്തായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായി ഞാൻ ശക്തമായി പരിശ്രമിക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത്ര അടുത്താകുന്നില്ല. അവൻ അല്പം ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നു. ആശ കൈവിടരുത്. നീ എത്ര കൂടുതലായി പ്രാർത്ഥിക്കുന്നുവോ അത്രയും കൂടുതൽ അടുത്തായിരിക്കും. അങ്ങനെ ഒരു ദിവസം നിത്യസ്നേഹത്തിൽ നീ എന്നോടൊത്തായി തീരുകയും ചെയ്യും. പ്രാർത്ഥനയാണ് അവിടെ എത്തുവാൻ നിന്നെ സഹായിച്ചതെന്ന് അന്ന് നീ അറിയും. ഞാൻ വിശദീകരിച്ചു. കർത്താവെ, പ്രാർത്ഥനാ അനുഭവം എത്രയോ സുഖകരമാണ്. അത് എന്നെ ആനന്ദഭരിതനാക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ ഞാൻ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് അനേകം ആളുകൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതെന്ന് ഇപ്പോഴൊക്കെ ഞാൻ വിസ്മയിക്കാറുണ്ട്. തീർച്ചയായും അവർക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. യാക്കോബെ, പിശാചിനാൽ അന്ധരാക്കപ്പെട്ടവരായതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ യാതൊരു മൂല്യവും കാണുന്നില്ല. അനേകം ആളുകൾ പ്രാർത്ഥിക്കുവാനായി ശ്രമിക്കും, എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നവർക്ക് തോന്നുമ്പോൾ അവർ അത് ഉപേക്ഷിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേരെ പുറംതിരിയുകയും ചെയ്യുന്നു. മറ്റു ചിലർ ഒരു കടമ എന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, അവരുടെ വാക്കുകളിൽ സ്നേഹമില്ല. അവരുടെ പ്രാർത്ഥന ഒന്നുമല്ല, വെറും വാക്കുകൾ മാത്രം. നീ പ്രാർത്ഥിക്കുന്നത് പോലെ സ്നേഹത്തിലും ബോധ്യത്തിലും വിശ്വാസത്തിലും എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അവരും നീ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്ന ആനന്ദം അനുഭവിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആളുകൾ വളരെയധികം തിരക്കുള്ളവരായി തീരുന്നു. അവരുടെ ജീവിതവും ആവശ്യങ്ങളുമൊക്കെയായി സ്നേഹത്തോടെ സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെയും പിശാച് അവരുടെ ആത്മാവിനെ സ്വാർത്ഥത കൊണ്ട് മൂടുകയും അങ്ങനെ അവരുടെ ഹൃദയത്തെ ദൈവത്തിന് നേരെ അടയ്ക്കുകയും ചെയ്യുന്നു. അവർ ഹൃദയം തുറന്ന് ദൈവസ്നേഹം ഉള്ളിൽ നിറയുവാൻ അനുവദിച്ചാൽ മാത്രമേ നിന്നെപ്പോലെ പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യ മൂല്യവും അതിലുള്ള ആഹ്ലാദവും മനസ്സിലാകുകയുള്ളൂ. വിശ്വസിക്കുകയാണെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ എല്ലാ വരദാനങ്ങളും നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു മഹാദാനമാണ്. കർത്താവെ, എങ്ങനെയാണ് ഈ ബോധ്യം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നീ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്ന ആനന്ദത്തെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടും. ഞാൻ അപ്രകാരം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഉറപ്പായും ചെയ്യുന്നതാണ് കർത്താവെ. ആവശ്യത്തിലായിരിക്കുന്നവർക്കായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചുകൊണ്ട് യാക്കോബ് പറഞ്ഞു. എല്ലാവരും യാക്കോബിനെ പോലെ തുറന്ന മനസ്സുള്ളവരും പ്രാർത്ഥനയിൽ തങ്ങൾക്ക് നൽകപ്പെടുന്ന യഥാർത്ഥ ദാനത്തെ ദർശിക്കുന്നവരുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നിന്നോടുള്ള കൃപയാണ് പ്രാർത്ഥന. എന്നാൽ അതൊരു ഭാരമായിട്ടാണ് പലരും കാണുന്നത്. നമ്മുടെ ഈ പുസ്തക വായനയുടെ ഒരു വാല്യം ഇവിടെ വായിച്ചു തീരുകയാണ്. അടുത്ത വാല്യം നമുക്ക് അടുത്ത ദിവസം വായിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. 3 വാല്യങ്ങളിലായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മുടെ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും എന്നാൽ ബൈബിളിൽ ലഭ്യമല്ലാത്തതുമായ വിവരണങ്ങളാണ് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പുസ്തകവും അതുപോലെ തന്നെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകവും നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് യേശുവിനോട് കൂടുതൽ അടുക്കാം. അവിടുത്തോട് കൂടി സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു വരികയും ചെയ്യാം. രക്ഷകനായ ഈശോയോട് ഒരു സുഹൃത്തിനോടെന്ന പോലെ ഗാഢമായി അടുക്കാനും അതുവഴി ഇതുവരെ സാധിക്കാത്ത ജീവിത വിശദീകരണം നേടിയെടുക്കാനും ലോകമെമ്പാടും അനേക ലക്ഷം മനുഷ്യരെ സഹായിച്ച വിശിഷ്ടമായൊരു കൃതിയാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന കൃതി. ഈ പുസ്തകത്തിൻ്റെ, അതായത് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ മുഖചിത്രത്തെക്കുറിച്ച് അതിൻ്റെ എഴുത്തുകാരനായ സി അലൻ എമേഴ്സ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1996 ജൂലൈ മാസം ഞാൻ വിസ്മയിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട എങ്ങനെ ആയിരിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന്. ഞാൻ എഴുത്തുമേശയിൽ ചാരിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തട്ടിൽ നിന്ന് ഈ ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയിൽ കാണുന്ന ചിത്രം എൻ്റെ മുമ്പിൽ തെറിച്ചു വീണു. കർത്താവായ യേശു പറഞ്ഞു, ഇതാണ് ഉപയോഗിക്കേണ്ട ചിത്രം. ആ ചിത്രത്തിലെ ഈശോയുടെ നയനങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അതിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതിൽ അനുഭവപ്പെട്ടു. കർത്താവിൻ്റെ വലിയ സ്നേഹവും ഞാൻ അനുഭവിച്ചു. കുറച്ച് സാമ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് എൻ്റെ മനസ്സിലുള്ള കർത്താവിൻ്റെ രൂപമല്ല. എന്നാൽ അവിടുത്തെ സ്നേഹം അതിൽ നിന്ന് നിർഗളിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെയും അവിടുത്തെ സ്നേഹത്തിലും കാരുണ്യത്തിലും പാപമോചനത്തിലും ഞാൻ നിമഗ്നനായി പോയിരുന്നു. അവിടുത്തേക്ക് എന്നോടും
മാനവകുലത്തോടുമുള്ള സ്നേഹത്തിൻ്റെ ആഴം അനുഭവപ്പെടുകയാൽ ചില അവസരങ്ങളിലൊക്കെ ഞാൻ കരയുകയായിരുന്നു. തവിട്ട് നിറമുള്ള മുടിയും താടിയും ഉള്ളവനായാണ് ഞാൻ കർത്താവിനെ കാണുക. അവിടുത്തെ നിറം അല്പം മങ്ങിയിരുന്നു. ഒത്ത ഉയരമുള്ള ഒരാൾ. യേശുവിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അവയൊന്നും അവിടുത്തോട് നീതി പുലർത്തുന്നില്ലെന്ന് എനിക്ക് തോന്നും. എന്നാൽ എല്ലാ ചിത്രങ്ങൾക്കും ഒരുതരം സാദൃശ്യം ഉണ്ട് താനും. യേശുവിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന മൃദുലതയും സ്നേഹവും സൗഹാർദ്ദവും വിവരണാതീതമാണ്. പൂർണ്ണമായും അവിടുത്തെ സാദൃശ്യമുള്ള ഒരു ചിത്രവും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ തമ്പുരാൻ ഈ പുസ്തകത്തിന് വേണ്ടി ഈ ചിത്രം കാണിച്ചു തന്നപ്പോൾ എനിക്കറിയാം ഇതുതന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അവിടുത്തേക്ക് അതിന് കാരണങ്ങളും ഉണ്ടാവാം.